there is only few days for Dalapathi Vijay's retirement. So Dalapathi Vijay must watch movies part 2. കഴിഞ്ഞ 10 വർഷത്തിൽ ഇറങ്ങിയ വിജയ് സിനിമകളിലെ ഏറ്റവും പീക്ക് എക്സ്പീരിയൻസ് എന്ന സിനിമ ആറ്റ്ലി എന്ന ഫാൻ ബോയുടെ OG സംഭവം. വെട്രിമാരൻ എന്നിങ്ങനെ 3 ക്യാരക്ടേഴ്സായിട്ട് വിജയ് എത്തിയ സിനിമ. മെർസലിലെ തിയേറ്റർ എക്സ്പീരിയൻസ് ഇന്നും ആരാധകർക്ക് മറക്കാൻ പറ്റാത്ത സംഭവമാണ്. ഒരു പക്ഷേ മെർസലിന് ശേഷം എത്തിയ ഒരുപാട് വിജയ് ചിത്രങ്ങൾ ഒരു പക്ഷെ മത്സരിക്കുന്നത് മെർസലിലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് സമ്മാനിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ഫാക്ടേഴ്സും ബെസ്റ്റ് ആവുമ്പോൾ മെർസൽ പോലൊരു സിനിമ ഉണ്ടാകും. ഇതിൻ്റെ സ്ക്രിപ്റ്റും ഇതിൻ്റെ കഥയും അത്രത്തോളം ഭയങ്കര അധികം റെലവൻ്റ് ആയിരുന്നു. അതേപോലെ വിജയ് എന്നൊരു ആള് രാഷ്ട്രീയ പാർട്ടികളെ നോട്ടപ്പുള്ളി ആകുന്നത് മെർസൽ എന്ന സിനിമയുടെ റിലീസിന് ശേഷമാണ്. കാരണം ഇത് പറഞ്ഞു വെച്ച രാഷ്ട്രീയം അന്നത്തെ ടൈമിൽ വലിയ രീതിയിൽ കോൺട്രവേഴ്സി ആയതാണ്. വലിയ രീതിയിലുള്ള ഫ്ലെക്സ് വലിച്ചു കീറലും പ്രതിഷേധങ്ങളൊക്കെ വിജയ്ക്ക് നേരെ ഉണ്ടായതും ഈ സിനിമയുടെ റിലീസിന് ശേഷമാണ്. നമുക്കറിയാം 3 ക്യാരക്ടേഴ്സിൽ വിജയ് ശരിക്കും അഴിഞ്ഞാടിയ സിനിമയാണ്. ആറ്റ്ലി എന്ന ഡയറക്ടർ ഏറ്റവും മികച്ച രീതിയിൽ, അതായത് പിന്നീട് വന്നിട്ടുള്ള ജവാനാണെങ്കിലും ബിഗിലാണെങ്കിലും ഒരുപക്ഷെ മെർസലിൻ്റെ ഒരു ഓർഗാനിക് ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. സോ മെർസൽ വിൽ ബി എ ഡെഫിനറ്റ്ലി മസ്റ്റ് വാച്ച് ഫോർ ഓൾ വിജയ് ഫാൻസ്. കാരണം വിജയ് ഫാൻസ് അല്ലാത്തൊരാൾക്കും മെർസലിൻ്റെ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് അതിഗംഭീരമാണ്. റിലീസിന് എത്തിയിട്ട് വിജയമായിട്ടുള്ള മറ്റൊരു വിജയ് ചിത്രമാണ് മെർസൽ എന്ന് പറയേണ്ടി വരും. അന്ന് ബോക്സ് ഓഫീസിൽ റിലീസായപ്പോഴും വലിയ രീതിയിലുള്ള കളക്ഷൻ സിനിമയ്ക്ക് ലഭിച്ചിരുന്നു. മാത്രമല്ല സിനിമയുടെ പാട്ടുകൾ, DOP സൈഡ്, ടെക്നിക്കൽ സൈഡ് എല്ലാം വലിയ രീതിയിൽ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് വർക്കായിട്ടുള്ള സിനിമകളിലൊന്നാണ് മെർസൽ. സോ മെർസൽ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും കണ്ടിരിക്കേണ്ട സിനിമയാണ് മെർസൽ.